ഗൈസ് അങ്ങനെ നമ്മൾ മട്ടന്നൂർ എത്താൻ പോയത്. മട്ടന്നൂർ ഏകദേശം ഒരു 2 കിലോമീറ്റർ ആക്കുള്ളൂ. അപ്പോൾ അനന്തു ഓനെ ഇൻട്രോ എടുക്കണം എന്ന് പറഞ്ഞിട്ടൊരു സ്പോട്ടിൽ നിർത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആ മുടിയൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഇത് നമ്മളെ ടിങ്കുവിൻ്റെ വണ്ടി കേട്ടോ, അശ്വിൻ്റെ വണ്ടി. ടിങ്കു താങ്ക്സ് ഫോർ നിൻ്റെ വണ്ടി. ആൻഡ് ഇത് കിച്ചുവിൻ്റെ ഹെൽമെറ്റ് ഗൈസ്. ഇതുമല്ലേ നല്ല വെയിറ്റ് ഉണ്ട്. എൻ്റെ കിച്ചു ഇത് എങ്ങനെയാണ് നോക്കിക്കുന്നേ അമ്പോ ഗൈസ്. എനക്കൊന്ന് ഇതൊരു എത്ര കിലോ ഉണ്ടോ അവിടെ? ഒരു 1.5-2 കിലോളം ഉണ്ട് ഗൈസ്. ഉറപ്പാണ് 2 കിലോ ഉണ്ട്. ഈ 2 കിലോ ഉള്ള വെയിറ്റുള്ള സാധനം വെച്ചിട്ടാണ് ആ ചെക്കൻ ഇങ്ങനെ പോകുന്നത് ഗൈസ്. അനന്തോ ഇൻട്രോ എടുക്കാൻ നിർത്തിയ സ്ഥലത്ത് ദൂരെ ഈ ക്യാമറയിൽ കിട്ടില്ല, കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇതാ ഇവിടെ തന്നെയാണ് ഗൈസ് നമ്മളെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. മട്ടന്നൂരാണ് സ്ഥിതി ചെയ്യുന്നത്, മൂർക്കമ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലം. പക്ഷേ എങ്കിൽ ഇവിടുന്ന് ചുറ്റി അങ്ങനെ പോകണം. നമ്മൾ പോകുന്ന വയ്ക്കല്ലേ ഏതായാലും. ഓക്കെ ഗൈസ്, രാവിലെ തന്നെ ഇരുട്ടിൻ്റെ മട്ടന്നൂരിൻ്റെ സിറ്റുവേഷനാണ്. അവിടെ നിന്ന് വെച്ചാൽ ജംഗ്ഷനിൽ തന്നെ റോഡെല്ലാം കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ട് ഇത്ര ബ്ലോക്ക് കാണുന്നത് ഗൈസ്. നമ്മളങ്ങനെ ഇരുട്ടി എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മളെ പൊളിഞ്ഞു പോകാനായ ഇരുട്ടി പാലം. പൊളിഞ്ഞു പോകാൻ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാരെ എടുക്കാൻ വെച്ചാണ് ഗൈസ്. പുതിയ പാലം ഇതാ അപ്പുറം പണിയാൻ ഗൈസ്. അങ്ങനെ വിശപ്പ് പറഞ്ഞ് ഇവൻ എന്നെ ഒരു ഹോട്ടലിന് മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട് ഗൈസ്. ഹോട്ടൽ A1 ഗൈസ്. അങ്ങനെ വിശന്ന് പൊരിഞ്ഞ് ഒരു വിട്ടും ഒരു പോരിയും, ഒരു വിട്ടും ഒരു പോരിയും, ഒരു ഇലക്കറി, കുറച്ചൊക്കെ ഇങ്ങോട്ട് കഴിക്കടാ. എന്നൊരു കടലക്കറി എന്തെങ്കിലും കളിക്കുന്നേ കഴിക്കട്ടെ. ഗൈസ് അങ്ങനെ ഫിനിഷ്ഡ്. വ്ളോഗ്സ് ബാത്റൂമിൽ പോയ സമയത്ത് ജസ്റ്റ് ഒന്ന് കുമ്പനടിക്കുകയാണ്. ഈ വീഡിയോ പുള്ളിക്കാരൻ്റെ ചാനലിടുന്ന സമയത്ത് കട്ട് ചെയ്തിട്ട് ഇടുവാനുള്ളത് എനിക്കറിഞ്ഞൂടാ. എന്നാലും പറയാണ്, ദയവായിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. ആരും വിട്ടുപോകരുത് ദയവായിട്ട് കേട്ടോ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും മസ്റ്റായിട്ട് ചെയ്യണേ. ഇത് നമ്മുടെ പുറകെ ഒരു റിവർ ഉണ്ട് കേട്ടോ, കണ്ടോ. റിവറിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വന്ന സമയത്ത് കണ്ടതാണ്. ഇങ്ങനെ ബാത്റൂമിൽ പോയിട്ട് വരുന്നുണ്ട് നട. അങ്ങനെ മാസം വരിക്കാനായിട്ട് ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ഗൈസ്. ഇത് ഏതാ സ്ഥലം എന്നൊന്നും മനസ്സിലാകുന്നില്ല ഗൈസ്. സ്ഥലം കൂട്ടുപുഴ റൂട്ടാണ്. പക്ഷേ ഇത് എന്തിനാണ് ഇങ്ങനൊരു സെറ്റപ്പ്? കടവാറ്റാൻ തോന്നുന്നു. ഇവിടെ ബോട്ട് കെട്ടിയിട്ടുണ്ടാവും, കപ്പലെല്ലാം വരും. ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അവിടെ പുഴയിൽ വെറുതെ കോൺക്രീറ്റ് ചെയ്തിട്ട് കുറേ പൊട്ടന്മാരാണ് ഗൈസ്. നാട് ഗൈസ് വേറെ ഒന്നുമില്ല ഗൈസ്. വേറെ എന്തോ ഉണ്ട് ഗൈസ്. ആ സൈഡിൽ എന്തോ സെറ്റപ്പ് ഉണ്ട് ഗൈസ് അവിടെ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും പുതിയ ട്രാവൽ സീരീസായ ഊരുതണ്ടലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, ഊരുതണ്ടലിൻ്റെ എത്രാമത്തെ എപ്പിസോഡാണ് ഇന്ന്? 5ഓ 6ഓ ഗൈസ്, 6ാമത്തെ എപ്പിസോഡാണ് ഗൈസ് ഇന്ന്. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഈ ബുൾജെറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉടമകളായിട്ടുള്ള എബിനും ലിബിനുമാണ്. അവരിപ്പം ഓൾ ഇന്ത്യ റൈഡിൽ കാശ്മീരിലേക്കാണ് ഉള്ളത്. കാശ്മീരിലാണ് ഗൈസ് ഉള്ളത്, ലഡാക്കിലാണുള്ളത്. അപ്പം നമ്മൾ ഇന്ന് ഇപ്പോൾ ഉള്ളത് ഓരോ നാട്ടിലാണ്, ഇരിട്ടിയിലാണ് ഉള്ളത്. ഇരിട്ടി പുഴയാണ് തൊട്ട് ബാക്കിൽ കിടക്കുന്നത് ഗൈസ്. ഇവിടുന്ന് പിന്നെ കൂട്ടുപുഴ റൂട്ടിലാണെന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ അങ്ങോട്ടേക്കൊന്ന് പോകണം. ഓക്കെ, അപ്പം എബിൻ്റെയും ലിബിൻ്റെയും നാട്ടിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം, വീടും കാണാം. അപ്പോൾ എന്തായാലും അവരെ ഉൾപ്പെടുത്താൻ കഴിയില്ല, അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞേക്കാം ഗൈസ്. അപ്പം വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഗൈസ്, ഗിവ് അവേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഗിവ് അവേ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞത് ഫസ്റ്റത്തെ ഗിവ് അവേൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലൈക്ക് കൂടുതലുള്ള ഒരു കമൻറ്റിനായിരുന്നു നമ്മൾ ഗിവ് അവേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ടീഷർട്ട് കൊടുക്കുന്നത്. പക്ഷേ ഒരു ടാസ്ക് പറ്റി ഗൈസ്. അതിന് ആദ്യം തന്നെ സോറി പറയട്ടെ. ഫസ്റ്റ് വന്നിട്ടുള്ള ഈ സൈഡിൽ കാണുന്ന 2 കമൻറ്റുകളാണ്. അവർക്ക് രണ്ടാക്കും 5 ലൈക്കുകൾ വെച്ചിട്ട് കമൻറ്റ് ലൈക്ക് വന്നു ഗൈസ്. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ഒരാൾക്കല്ലേ കൊടുക്കാൻ പറ്റൂ. അപ്പം പിന്നെ നമ്മൾ സജഷൻസ് കുറേ ആളത്തെ ചോദിച്ചിട്ട് എല്ലാവരും പറഞ്ഞു റാൻഡമായിട്ട് സെലക്ട് ചെയ്താൽ മതി. അപ്പം നമ്മൾ കമൻറ്റ് പിക്കർ വെച്ചിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് ഗൈസ് ആ ഒരു വീഡിയോയിൽ നിന്ന്. അപ്പം അതിൽ കിട്ടിയിട്ടുള്ളത് ശരത്ത് KG എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിക്കാരനാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. കമൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ കമൻറ്റാണ് ഗിവ് അവേയിൽ ഫസ്റ്റത്തെ എപ്പിസോഡിൽ വിന്നറായിട്ടുള്ളത്. അപ്പോൾ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ബ്രോ ഈ വീഡിയോയിൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഒന്ന് ചെക്ക് ചെയ്തിട്ട് എനിക്ക് വാട്സപ്പിൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്ന് അയച്ചു തരണം. ഓക്കെ. പിന്നെ നമ്മുടെ 2ാമത്തെ എപ്പിസോഡിൽ മലയാളം കോമഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലായിരിക്കും അല്ലേ? ആ ചാനലിനെയാണ് നമുക്ക് 2ാമത്തെ ഗിവ് അവേൻ്റെ വീഡിയോയിൽ വിന്നറായിട്ട് നമുക്ക് റാൻഡം പിക്കിങ്ങിൽ കിട്ടിയത്. അപ്പം പുള്ളിക്കാരനെ പിൻ ചെയ്തിട്ട് പുള്ളിക്കാരൻ ഇന്നലെ രാത്രി തന്നെ ഡീറ്റെയിൽസൊക്കെ മെസ്സേജ് അയച്ചു. ഇതാണ് നമ്മുടെ മച്ചാൻ. ഓക്കെ,
അപ്പോൾ ഗൈസ് ഗിവ് അവേയിൽ മച്ചാൻ എൻ്റെ കൂടി ഫാനാന്നുള്ളൂ. മച്ചാൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വലിയ നന്ദി. ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹത്തോട് വന്നവർക്കും താങ്ക്സ്. എല്ലാവരും കമൻറ്റ് ചെയ്തവർ എല്ലാവർക്കും താങ്ക്സ്. ലൈക്ക് അടിക്കുന്നവർ, ഷെയർ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇപ്പോൾ ഗൈസ് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്തിനെ പറ്റി നിങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പോൾ ഇരിട്ടിയിലാണുള്ളത്. അപ്പം ഇരിട്ടിപ്പുഴയുടെ സൈഡിൽ. അപ്പോൾ നമ്മളിനി അങ്ങോട്ടേക്ക് പോകാമെന്ന് കൂട്ടുപുഴ റൂട്ടിലേക്കാണ് പോകുന്നത്. വള്ളിത്തോട് എന്ന് പറഞ്ഞൊരു സ്ഥലം. അപ്പം അവരെ പറ്റി പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക്. നിങ്ങൾ യൂട്യൂബിൽ ആക്റ്റീവായിട്ടുള്ള ഒരാളാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ ഉണ്ടായി അറിയാണ്ട് ഫാനായി പോകുന്ന 2 ആൾക്കാരാണ് എബിൻ ലിബിനും. പക്കാ നാച്ചുറൽ വീഡിയോസാണ്. കൂടുതൽ എന്താ പറയുക, ഒന്നും അങ്ങനെ ഒരു പ്രൊഫഷണൽ സ്റ്റൈലൊന്നും അല്ലെങ്കിലും പക്കാ നാച്ചുറൽ. നമ്മളെല്ലാം ഒരു ലോക്കൽ സ്റ്റൈൽ, അടിപൊളി സ്റ്റൈൽ. ആ സ്റ്റൈൽ തന്നെ നമുക്ക് ലോക്കൽ എന്നല്ല, എന്താ പറയുക, ഒരു നല്ല സൂപ്പർ പക്ക നമ്മളെ നാച്ചുറൽ ആയിട്ടുള്ള. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഗിവ് അവേയിൽ പങ്കെടുക്കുക, ഒരു കമൻറ്റ് ഇടുക, നല്ല അടിപൊളി കമൻറ്റ് ഇടുക. ഓക്കെ. അപ്പം ആദ്യം പറഞ്ഞ പോലെ എല്ലാം ലൈക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല, അത് തന്നെ സോറി. ഇനി റാൻഡം പിക്കിംഗ് ആയിരിക്കും, കമൻറ്റ് പിക്കാം. ഓക്കെ. അപ്പം നമുക്കിനി യാത്രകളും വിശേഷങ്ങളും കാണാം ഗൈസ്. ലെറ്റ്സ് സ്റ്റാർട്ട്. കൂട്ടുപുഴ റൂട്ടാണ്. ആൻഡ് നമ്മൾ ഇപ്പം നിൽക്കുന്നത് എബിൻ്റെയും ലിബിൻ്റെയും നാട്ടിലെത്തിയിട്ടുണ്ട്. വള്ളിത്തോട് എന്ന് പറഞ്ഞൊരു സ്ഥലം കഴിഞ്ഞിട്ട് ഏകദേശം നമ്മൾ ഒരു 2 കിലോമീറ്ററിലധികം വന്നിട്ട് 2-3 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് ഗൈസ്. ഈ കാണുന്ന സ്ഥലം നിങ്ങൾക്ക് ഏകദേശം ഓർമ്മയുണ്ടാവും. പുള്ളി പിന്നെ അവർ രണ്ടാളും ഞങ്ങളെ അറിയാമോ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ നാടൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഈ സ്റ്റെപ്പിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് അവർ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീട് തന്നെ അങ്ങോട്ടേക്ക് കയറിയിട്ട് അവരുടെ വീട് കാര്യങ്ങളൊക്കെ കാണാം ഗൈസ്. അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ് ഈ മയിൽക്കുറ്റീനെ. ഇത് മയിൽക്കുറ്റി അല്ലെങ്കിൽ മറ്റേ ഇതെന്ത് കുറ്റിയാണെന്നറിയില്ല ഗൈസ്. ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ കുറ്റി എനിക്ക് തോന്നുന്നത് നമ്മൾ വാഹനങ്ങളൊക്കെ സ്പീഡിൽ വന്നു കഴിഞ്ഞിട്ട് ഇടിച്ച് നിർത്താനുള്ള ഒരു കുറ്റിയാണെന്ന് തോന്നുന്നത് ഗൈസ്. ഇത് നല്ല ഉറപ്പുണ്ട് ഗൈസ്. അപ്പോൾ അധികം പുറത്തേക്ക് പോകാണ്ട് ഇടിച്ച് നിർത്തണം, ഇതിൽ ബ്ലോക്കായി നിൽക്കണം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയ സമയത്ത് നമ്മളെ എബിൻ്റെയും ലിവിൻ്റെയും ഈ ബുൾ ജെറ്റിൻ്റെ സ്റ്റിക്കർ ഇവിടെ കിടക്കുന്നുണ്ട്. അതിനിടക്ക് കുരക്കുന്നാടാ പന്നി ഗൈസ്. അങ്ങനെ നമ്മൾ ഈ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇവിടുന്ന് ഇനി എത്ര 18-ാം പടി വരെ ഉണ്ടോയെന്ന് അറിയില്ല. എടാ എത്ര പടി ഉണ്ടെന്ന് അറിയില്ല. വേണ്ടി കഞ്ഞി നോക്കാം ഗൈസ്. വേണ്ട, എണ്ണുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് കയറി നോക്കാം. അങ്ങനെ കയറി പോവാം. നല്ലൊരു നാട്ടുവഴി, 2 സൈഡും കമ്പി വേലി കെട്ടിയിട്ടുണ്ട്. കണ്ടോ, അങ്ങ് നീണ്ട് കിടക്കുന്നുണ്ട് വഴി. നല്ല കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ വഴി. നമ്മൾ എബിൻ ലിബിൻ ബ്രോസിൻ്റെ വീട്ടിലേക്ക് തിരിയാണ്. ഇവിടെയും സ്റ്റെപ്പുണ്ട് ഗൈസ്. ഗൈസ് ഒരു പോപ്പി ആടുന്ന് കുരക്കുന്നുണ്ട്. അങ്ങനെയാണ്, ഇതാണ് അവരുടെ വീട്. ആരും കൊണ്ടോ അറിയില്ല, ജസ്റ്റ് വിളിച്ചു നോക്കാം ഗൈസ്. ഇവർ നമ്മളെ കണ്ടു ഗൈസ്. കീഴിലൊരു നായി ഗൈസ്, നമ്മളെ പേടിപ്പിച്ച് ഓടിക്കേണ്ട നായി നമ്മളെ കണ്ടൊരു ഓടി ഗൈസ്. ഏരിയയിൽ ഇവരുടെ ഈ വീട് മാത്രമേ നിൽക്കുന്നുള്ളൂ കേട്ടോ. ഒരു ചെറിയ വീടാണ് ഗൈസ്. അവരുടെ അമ്മ മാത്രം ഇവിടെ ഉള്ളതെന്നാണ് നമുക്കറിയാം. അച്ഛനെന്ന് വെച്ചാൽ അവരുടെ കൂടെ റൈഡിലുണ്ടല്ലോ. ലാസ്റ്റത്തെ പാട്ടിൽ വീഡിയോയിൽ അവർ അച്ഛനും പോയി അവിടുന്ന്. അച്ഛനിപ്പോൾ എന്തായാലും 2 ദിവസത്തിനുള്ളിൽ എത്തും അല്ലേ, 2 ദിവസത്തിനുള്ളിൽ എത്തും. അപ്പോൾ അമ്മ മാത്രം ഇവിടെ ഉള്ളതെന്നാണ് നമ്മൾ അന്വേഷിച്ച് പറഞ്ഞത്. ഗൈസ് നമ്മളിവിടെ വന്നപ്പോൾ നമുക്കൊരു മികച്ചൊരു ഭാഗ്യം കിട്ടി. നമ്മുടെ എബിൻ ചേട്ടൻ്റെയും ലിബിൻ ചേട്ടൻ്റെയും പപ്പ കുഞ്ഞുമോൻ ചേട്ടൻ റൈഡ് കഴിഞ്ഞിട്ട് യാത്രയുടെ എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തിയ സമയത്തായിരുന്നു നമ്മളിവിടെ നിൽക്കുന്നത്. ഭയങ്കര ഒരു ഭാഗ്യമാണ്. നമുക്ക് കുറച്ച് വിശേഷങ്ങൾ നമ്മളെ ചേട്ടനോട് ചോദിച്ചു നോക്കാം ഗൈസ്. അപ്പോൾ ചേട്ടാ, യാത്രയുടെ വിശേഷങ്ങൾ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് പറഞ്ഞുതരാമോ? യാത്ര അങ്ങോട്ടുള്ള യാത്രയൊക്കെ കുറച്ച് സുഖകരമാണ്, കുഴപ്പമില്ല. നമ്മൾ കുറച്ച് അങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ രീതിയായിട്ടുള്ള നമ്മളെ ഫുഡ് കാര്യങ്ങളൊക്കെ വ്യത്യാസമാണ്. ഭയങ്കരമായിട്ട് വിഷമമാണ്. വെച്ചാൽ ഓരോ സൈസ് ഫുഡാണ്. നമ്മുടെ ഇവിടുത്തെ ഒരു ഫുഡും ഇല്ല. എല്ലാം പച്ചക്കറി കൊണ്ടും പിന്നെ അവിടുത്തെ മസാലകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുകയില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞപ്പം തുടങ്ങി ഞങ്ങൾ ഫ്രൂട്ട്സാണ് കഴിക്കാൻ തുടങ്ങിയത്. അവിടുത്തെ ഭക്ഷണം പിടിക്കാനിട്ട് ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ, പഴങ്ങൾ, അങ്ങനെ ഉള്ള സാധനങ്ങൾ. പിന്നെ ഒരു 7 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ഭക്ഷണം വെക്കാനുള്ള സ്ഥലം കിട്ടി. മക്കൾ ഇവിടുന്ന് കൊണ്ടുപോയ കുറച്ച് അരിയൊക്കെ ഉണ്ടായിരുന്നു, സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് കുറച്ച് വെളിച്ചെണ്ണ, അച്ചാർ സാധനങ്ങളൊക്കെ കൊണ്ടുപോയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി
പോരുന്നിടം വരെ കഴിച്ചു. പിന്നെ യാത്ര കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പം അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ മേലടായി. ഞങ്ങൾ ഒരു ദിവസം ഒരു പഴം വെച്ചൊക്കെയാണ് തിന്നുകൊണ്ടിരുന്നത്. പോകുമ്പോൾ ആരോഗ്യം പൊട്ടിയല്ലേ? എല്ലാം പോയി. നമ്മള് വീഡിയോ കാണുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിലെ വീഡിയോസിലെ പപ്പയുടെ നല്ലൊരു ആരോഗ്യമൊന്നും ഇല്ല, ആരോഗ്യം ഇല്ലെന്നായി എല്ലാവർക്കും. പക്ഷേ എല്ലാവരും ഓർക്കും ഇത് ഭയങ്കര സുഖമാണെന്നാണ് വിചാരിക്കുന്നത്. ഈ വാൻ ലൈഫ് സുഖമാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ അല്ല, എന്ത് കഷ്ടപ്പാടുണ്ടെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നേരിട്ട് പോയി നിൽക്കുന്നതുകൊണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ മക്കളുടെ കഷ്ടപ്പാട് എനിക്കറിയാം. രാവിലെ തൊട്ട് രാത്രി വരെ ഉള്ള ആ കഷ്ടപ്പാട് നമ്മൾ ഒരു സ്ഥലത്ത് ചെന്നിട്ട് അതിൻ്റെ എല്ലാം പകർത്തി എടുക്കണമെങ്കിൽ അതിൻ്റേതായ വിഷമമുണ്ട്, ഒത്തിരി വിഷമങ്ങളുണ്ട്. പിന്നെ അത് എഡിറ്റ് ചെയ്യുന്ന കാര്യം, പിന്നെ ഭക്ഷണത്തിന് അത് വൈകുന്നേരം വന്നിട്ട് ചിലപ്പോൾ 10:30 ആകുമ്പോഴാണ് ഒരു നേരം ഒറ്റ നേരെ ഭക്ഷണം കഴിക്കുന്നത്. 10:30 ആകുമ്പോഴാണ് വന്നിച്ച് കഞ്ഞി വെച്ച് ആ കഞ്ഞി കുടിക്കുന്നത്. കഞ്ഞി കുടിച്ച് ചില നേരം ഉറങ്ങാൻ സമയം കിട്ടുകയില്ല. ഉറങ്ങാൻ നേരം കിട്ടിയാൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ എന്നപ്പോഴത്തേനും എന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ എവിടെയാ സ്ഥലത്തിൻ്റെ പേരും മറന്നുപോയി ഞാൻ. എന്തോ എന്താ പറയുക, മറ്റേ മേഘാലയയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മേഘാലയയിലൊക്കെ ഭയങ്കര തണുപ്പ്. പക്ഷേ ഏറ്റവും നല്ല സ്ഥലം മേഘാലയ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. ആ മേഘാലയയിലെ മനുഷ്യന്മാരുടെ സ്നേഹം, ആദിവാസികളാണ് അവരുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ അവരുടെ സ്നേഹം, നമ്മളെ ആദരിക്കുന്നത്, നമ്മളെ അവർ ആദരിക്കുവാണ്. അവർ ഭക്ഷണം തന്നു കഴിഞ്ഞ് അവരുടെ ആദരിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ മുറുക്കാനാണ്. നമ്മളിവിടെ നമുക്ക് ചായയൊക്കെ തന്ന് അല്ലെങ്കിൽ നമുക്ക് ഇത് സ്വീകരിക്കുമല്ലോ. ഇപ്പം അവർ സ്വീകരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുറുക്കാനാണ് അവരുടെ മെയിൻ. നമ്മളെ മുറുക്കാൻ തന്ന് അവർ നമ്മളെ ആദരിക്കുവാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ, ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം നമ്മളോടുള്ള ആ റെസ്പെക്റ്റ് പറയാൻ പറ്റില്ല. നമ്മളെ കാര്യങ്ങളെല്ലാം അവർ ചോദിച്ച് മനസ്സിലാക്കും. നമ്മളെല്ലാം പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കും. പിന്നെ ഒരൊറ്റ കാര്യമുള്ളൂ, അവർ ഈ മേഘാലയയിലുള്ള മനുഷ്യരൊക്കെ എന്ന് ചോദിച്ചാൽ ഈ തേളിനെ, പിന്നെ പാറ്റേനെ, പുഴുവിനെ അങ്ങനെയൊക്കെ ഉള്ളത് തിന്നും. പക്ഷെ നമ്മളെല്ലാം 8 കാലിയെ ഒക്കെ തിന്ന് കാണിച്ചു. പക്ഷെ എന്ത് തിന്നാലും അവരുടെ വീട്ടിലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ വലിയ മാർബിൾ ഇട്ട വീട്ടിൽ കയറുന്നതിനേക്കാളും നല്ല ക്ലിയറാണ്. എപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് എടുക്കാം. ബാത്റൂം ആണെങ്കിലും എല്ലാ കാര്യങ്ങളും, എല്ലാ സൗകര്യവും. പിന്നെ ഇങ്ങോട്ട് മാറിയാൽ ഇന്നലെ പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് കിട്ടുകയില്ല. പിന്നെ ഇന്നലെ പോയതെന്ന് പറഞ്ഞാൽ അവിടെ വലുതായിട്ട് കൃഷികളൊന്നും കാണാനില്ല. പിന്നെ മല ഇറങ്ങിക്കഴിഞ്ഞാൽ, ഈ മഞ്ഞുമല ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ നെൽകൃഷികളുണ്ട്. പിന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ പഞ്ചാബ്, ഹരിയാന. ഇത് നമ്മൾ കാണേണ്ടതാണ്. കണ്ടില്ല, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നുമില്ല. അതാണ് ഏറ്റവും വലുത്. നെൽപ്പാടങ്ങൾ എന്ന് പറഞ്ഞാൽ നെല്ലിങ്ങനെ വിളഞ്ഞ് കിടക്കുന്ന നെല്ല്, കരിമ്പ്, പിന്നെ ചോളം, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കടുക്, പിന്നെ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. നല്ല സൂപ്പറാണ്. ഇതൊക്കെ കണ്ടില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറേ സമ്പാദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ജീവിതത്തിൽ സമ്പാദ്യമൊന്നുമല്ല, ഇതൊക്കെയാണ് കാര്യം. മക്കളുടെ കൂടത്തിൽ നിന്നുകൊണ്ട് ഇതെല്ലാം കാണുകയും അവരുടെ കൂടത്തിൽ നിൽക്കുകയൊക്കെ ചെയ്തിട്ട് ഭയങ്കരമായ സന്തോഷമുണ്ട്. മഞ്ഞൊക്കെ കണ്ടല്ലോ. അയ്യോ, മഞ്ഞ് കണ്ടിട്ട് നമ്മൾ മഞ്ഞ് കണ്ടെന്ന് പറഞ്ഞാൽ കാശ്മീർ സിനിമയിലാണ് കണ്ടത്. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെയൊക്കെ മഞ്ഞിൻ്റെ അകത്തൂടെയൊക്കെ ഞാൻ ഓടിക്കളിക്കുമായിരുന്നു. ആ മഞ്ഞ് വീഴുന്ന സമയമാകുമ്പോഴത്തേന് എനിക്ക് എൻ്റെ പ്രായത്തിൻ്റെ ഇതുകൊണ്ട് എനിക്ക് മഞ്ഞിൻ്റെ ആ വീഴ്ചയിൽ എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ താഴോട്ട് പോയിരുന്നു. അത് കാരണം എനിക്ക് കാണാൻ പറ്റില്ല. ബാക്കിയെല്ലാം സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. അപ്പോൾ പപ്പയുടെ യാത്രേൻ്റെ ഭാഗമായിട്ട് വന്നിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തെന്ന് നമുക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് ഹാപ്പി ആയിട്ട് ഉള്ളത് പപ്പ. പിന്നെ മറ്റുള്ള വിശേഷങ്ങൾ ഇനിയിപ്പോൾ എന്താ അടുത്ത യാത്രകൾ എന്തെങ്കിലും പ്ലാനും കാര്യങ്ങളുണ്ടോ? പപ്പ ഇനി എവിടെയെങ്കിലും പോകുന്നുണ്ടോ? മക്കൾ വരുമ്പോൾ നോക്കട്ടെ. ഇനി എനിക്ക് വന്ന് പിന്നെ ഇവരെ രണ്ടാളെയും നോക്കുകയാണെങ്കിൽ പപ്പ ഒരു വണ്ടി എടുത്തിട്ട് അങ്ങ് യാത്രയോട് ലഹരി പിടിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എല്ലാവരും എൻ്റെ മക്കളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും എൻ്റെ മക്കളെ സപ്പോർട്ട് ചെയ്യണം. യാത്രയിൽ ഭയങ്കരമായ വിഷമങ്ങളുണ്ട്. എല്ലാവരും അത് പോയി കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മക്കളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കാണുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പപ്പയുടെ മക്കളുടെ കൂടെ തന്നെ എല്ലാ ആൾക്കാരും ഉണ്ട്. ഞങ്ങളൊക്കെ പപ്പയുടെ മക്കളുടെ ഏറ്റവും വലിയ ഫാൻസാണ്. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാൻ ലൈഫ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ എനിക്കൊന്ന് മലയാളത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇവർ രണ്ടുപേരും ആണെന്ന് തോന്നുന്നു അല്ലേ? അടിപൊളിയിൽ ഇതുപോലെ വണ്ടി യാത്രയ്ക്ക് വേണ്ടി തയ്യാറാക്കുക, ആ വണ്ടി എടുത്തിട്ട് ഇന്ത്യ മൊത്തം കറങ്ങുക എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം കാണുന്നത് ഇവരാണ് ഈ യാത്ര ഇൻവെന്റ് ചെയ്തത് സത്യം പറഞ്ഞാൽ മലയാളത്തിൽ. ഓക്കെ, പപ്പ ആ ഒരു ത്രില്ലിങ്ങിലാണ് പോയിട്ട് തന്നെയല്ല. എൻ്റെ ഈ മക്കളെ ഇപ്പം ഈ യാത്രയിൽ പോകാൻ വേണ്ടി ഞാൻ ഒത്തിരി എൻ്റെ മക്കൾക്ക് വേണ്ടി ഒത്തിരി, ഒന്നുമില്ലായിരുന്നു എങ്കിൽ പോലും എനിക്ക് കൊടുക്കാൻ ഒന്നുമില്ലായിരുന്നു ഇവരുടെ കയ്യിൽ. ഞാൻ പറഞ്ഞു എൻ്റെ മക്കളെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ കുറച്ച് നേരം ആലോചിച്ചിരുന്നു വെച്ച് ഞാൻ പറഞ്ഞു, മക്കളെ ഈ വീടിൻ്റെ പട്ടയ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് പണയം വെച്ചിട്ട് ഞാൻ പൈസ തരാം, നിങ്ങൾ പോയിട്ട് വണ്ടി എടുത്തിട്ട് നിങ്ങൾ പോയിക്കോ. അവിടെ നിന്നാണ് പിള്ളേരുടെ യാത്ര. വീടൊക്കെ നിങ്ങൾ സ്ഥിതികളെല്ലാം കണ്ടല്ലോ.
ഏറ്റവും ഒരു ഒന്നുമില്ലാത്തൊരു സ്ഥിതിയിൽ നിന്നാണ് ഇവർ ഒരു റൈഡും പോകുന്നത്, ഒരു യാത്ര പോയി ഒരു യൂട്യൂബ് ബ്ലോഗർമാരായിട്ട് ഉയർന്നു വന്നത്. ഇതാ ഞങ്ങൾക്ക് ഒരു വീട് പോലും ഇല്ല, ഏത് നിമിഷവും ഇടിഞ്ഞ് താഴെ പോകുന്ന ഒരു വീടാണ്. ഒന്നുമില്ല, വീട് എന്ന് പറയാൻ ഓടിട്ട വീടാണ്, ചെറിയ വീട്. പിന്നെ നിങ്ങൾ ഈ സ്ഥലങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഇവരുടെ സ്ഥലമല്ല. ഈ ഒരു ചെറിയൊരു 10 സെന്റ് സ്ഥലം മാത്രമേ നമ്മുടെ ഇത് ഗവൺമെന്റ്, പിന്നെ മേളില് പിന്നെ ഒരു എസ്റ്റേറ്റ് ആണ്. പിന്നെ അപ്പുറം കാണുന്ന അതൊരു വീട്ടുകാരുടെ 4 ഏക്കർ സ്ഥലമാണ്. ഞങ്ങൾ അതിന്റെ നടുക്ക് ഒരു ചെറിയൊരു കഷ്ണമേ ഉള്ളൂ സ്ഥലവും. അങ്ങനെ ഒരു ലെവലിൽ നിന്നാണ് ഇപ്പോൾ ഇന്ന് അറിയപ്പെടുന്ന ഒരു യൂട്യൂബ് വ്ളോഗേഴ്സ് എന്നുള്ള ലെവലിലേക്ക് നമ്മുടെ ലിബിൻ ചേട്ടൻ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ പപ്പയും കുറച്ച് അറിയപ്പെട്ടിരിക്കുകയാണ്. കാരണം നമ്മൾ വീഡിയോയിലൊക്കെ ലാസ്റ്റോടൊക്കെ കണ്ടില്ലേ. അപ്പം പപ്പയുടെ ഇവിടെ വന്നിട്ട് കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം പപ്പ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഭയങ്കര ഇൻസ്പിറേഷനാണ്. കാരണം ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് തുടക്കമിടുന്ന ആൾക്കാർക്ക് നമ്മുടെ പപ്പേനെ പോലുള്ള ആൾക്കാരുടെ അടുത്തും ലിബിൻ ചേട്ടനൊക്കെ വന്ന് കാണണം. അവരുടെ അടുത്ത് വന്നിട്ട് സംസാരിച്ചാൽ കിട്ടുന്ന ഒരു ഫീല് വേറെ തന്നെയാണ്. അപ്പോൾ പപ്പേനോടൊരു താങ്ക്സ് പറയുന്നത്, കാരണം ഇത്രയും സമയം നമ്മളോട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തല്ലോ, കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു, അതിന് ഒരുപാട് താങ്ക്സ്. പപ്പേനെ നമ്മുടെ വ്യൂസിനോട് എന്താ പറയാനുള്ളത്, ഈ കാഴ്ചക്കാരോട് കാണുന്നവരോട് പറയാൻ എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലിബിൻ ചേട്ടൻ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നമ്മളെയും സപ്പോർട്ട് ചെയ്യണം. നമ്മൾ അടുത്ത പോലെ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഗൈസ്. പക്ഷേ എല്ലാവരും നന്നായി മുന്നോട്ട് പോകണം. അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പ് പറഞ്ഞിട്ട് ഒന്നുമല്ല. എല്ലാവർക്കും ഉണ്ടാവണം. എല്ലാവരും നന്നാവണം. എല്ലാവരും ശാന്തിയോടെയും സമാധാനത്തോടെയും കൂടി ജീവിക്കണം അല്ലേ പപ്പ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഓക്കെ പപ്പ ഇത്രയും സമയം സംസാരിച്ച പപ്പേനോട് ഒരു വലിയൊരു താങ്ക്സ് പറയുന്നു. ഓക്കെ ഗൈസ്, നമ്മൾ പിന്നെ ലിബിൻ ചേട്ടന്മാരല്ല അനിമാറില്ലടാ ഗൈസ്, അനിമാറാട്ടാ. പിന്നെ അവർ രണ്ടുപേരും വീട്ടിൽ പോയി. അപ്രതീക്ഷിതമായിട്ടാണ്, നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അവിടെ അമ്മേനെ കാണാൻ പറ്റുന്ന വെച്ചാൽ അമ്മേനെ പിന്നെ ഇല്ല അവിടെ. പക്ഷേങ്കിൽ അവരുടെ രണ്ടാളുടെയും പപ്പ, പിന്നെ നമ്മുടെ കുഞ്ഞുമോൻ ചേട്ടൻ പപ്പ അവിടെ വന്നു. ഭയങ്കര സന്തോഷമായി. വീഡിയോ എടുത്തോട്ടും ചോദിച്ചു. പിന്നെ പപ്പ വീഡിയോ എടുത്തോട്ട് കുറച്ച് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. പിന്നെ എന്തായാലും നമ്മൾ അവർ രണ്ടുപേരും എബിനും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മളൊന്ന് വന്ന് കാണും. പപ്പേനോട് പെർമിഷൻ ചോദിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് വന്നിട്ട് കാണും. കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ പോലെ നമ്മൾ ഷൂട്ട് ചെയ്യും ഗൈസ്. അപ്പം ഭയങ്കര ഒരു പോസിറ്റീവ് ക്രിയേറ്റഡായി, ഭയങ്കര സന്തോഷമായി. കാരണം അവിടെ കൂട്ടിയിട്ട സമയത്ത് നമ്മൾ വിചാരിച്ചു ഇനിയിപ്പം വീട് എല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണ്, ഇതാണ് ഗൈസ് ഇന്നാളെ വീട്, ഇതാണ് ഗൈസ് ഇന്നാളെ വീട് എന്ന് പറഞ്ഞിട്ട് ഒന്നും കാണിക്കുന്നില്ല. അപ്പം ഇത് ഇന്നാളെ കാണിക്കാൻ പറ്റും, അപ്പനൊന്ന് കാണിക്കാൻ പറ്റുന്ന നമുക്ക് സംസാരിക്കാൻ ഇനി പ്രശ്നമില്ല. കണ്ട പിന്നെ ഇപ്പോൾ ഒരാളെ കാണിച്ചിട്ടുണ്ട്, ഇതും കാണിച്ചിട്ടുണ്ട്. അപ്പൊ വേറൊരു കാര്യം എന്താ വെച്ചാല് ഇവരെ വീഡിയോകളിൽ ഇതേ വിഷ്വൽസിന്റെ കുറച്ച് നല്ല ക്ലാരിറ്റിയോടെ വിഷ്വൽസ്. ഇത് ഗോപ്രല്ലേ? ഇത് ഗോപ്ര. ഇതിലും ക്ലാരിറ്റി ഇതിന്റെ ഫോണിൽ കിട്ടില്ല ഗൈസ്, കിട്ടില്ല മോനെ. അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്, മൂലക്കാക്കി വെച്ചിട്ടുണ്ട് ഒരു ഫോണും ഒരു മൈക്കും. ഭയങ്കര അപ്ഡേറ്റഡാണ്. അപ്പോൾ പിന്നെ അതിലുണ്ട് വീഡിയോ കംപ്ലീറ്റ് ചെയ്ത്. ഒന്ന് ചെക്കനൊന്ന് സപ്പോർട്ട് കൊടുക്കട്ടെ പാവൻ ചെക്കനാ. പിന്നെ വലിയ ഡയലോഗൊന്നും നമുക്ക് പറയാനില്ല. ആകെ 100-300 ആൾക്കാരാണ് ഈ വീഡിയോയിൽ കാണുന്നത്. പക്ഷേ ഉണ്ടല്ല, നിങ്ങളൊന്ന് കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യ്, എന്നിട്ട് ഒരു 1000 ആൾക്കാരെങ്കിലും കാണ് പ്ലീസ്. ആഴ്ചക്കുള്ള പണിയും ലീവ് എടുത്ത് വന്നിട്ട് നമ്മളിങ്ങനെ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ മുന്നിൽ അത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങളൊരു 50 ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല സന്തോഷം വരുന്നുണ്ട്. കുറച്ചുകൂടി നല്ലൊരു സന്തോഷം എത്തിച്ചൂടെ നിങ്ങൾക്ക് വിചാരിച്ചാൽ പറ്റും. നിങ്ങൾ ഈ കാണുന്ന 300 ആൾക്കാരിൽ 200 ആൾക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ എല്ലാം പറ്റും ഗൈസ് നിങ്ങൾ. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി ഒരു പിന്നെ ചിലപ്പോൾ ഇരുട്ടിൽ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ കൂടി നമ്മൾ പോയിട്ട് കാണുന്നത്. കമന്റ് മേ ബി അടുത്ത വീഡിയോ അതായിരിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഗിവ് അവേയിൽ പങ്കെടുക്കുക. കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഡിസ്ലൈക്ക് അടിക്കുക. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ, ഇത് അനന്തു ബ്രോനോടൊപ്പം ഇത് ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രണോസ് പ്രവീൺ സൈനിങ് ഓഫ്.